മാസ്ക് ഇട്ട ഒരാള് ഈ റൂമിലേക്ക് കയറി. അൻസിബ മാഡം വന്ന് ഡോറ് തുറന്നു കൊടുത്തു, അകത്തേക്ക് കയറി. ഇത് CCTV-യിൽ കണ്ടു എന്ന് പറഞ്ഞു. സാറ് കണ്ടു എന്ന്. അതായത് നൈറ്റില് പരിചയമുള്ള ഒരാളായിട്ട് നമുക്ക് തോന്നി, പക്ഷെ ആളെ ഞാൻ ഐഡന്റിഫൈ ചെയ്തൊന്നുമില്ല. പിന്നെ എനിക്ക് പറഞ്ഞപ്പോഴാണ് ഈ ആളാണല്ലോ ആ ആളെന്ന് മനസ്സിലായത്. അൻസിബ ഹസൻ ലക്ഷ്മി പ്രിയക്ക് ചുട്ട മറുപടിയുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അൻസിബ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. ലക്ഷ്മി പ്രിയയുടെ ഒരു ഇൻ്റർവ്യൂവിന് ശേഷം ഒരു ക്ലിപ്പ് നമ്മൾ കണ്ടല്ലോ. അൻസിബ മദ്യപിച്ചതിന് പൈസ കൊടുത്തത് ലക്ഷ്മിപ്രിയയാണെന്നും അതുപോലെ അൻസിബയുടെ റൂമിൽ നിന്ന് ഒരാൾ ഇറങ്ങിപ്പോയെന്നും ഒരാളെ കണ്ടെന്നും ഒക്കെ ഒരു ആരോപണം പറഞ്ഞല്ലോ. അതിനൊക്കെ ചുട്ട മറുപടിയുമായിട്ടാണ് അൻസിബ രംഗത്ത് വന്നിരിക്കുന്നത്. അൻസിബ ഇട്ടേക്കുന്നത് എങ്ങനെയാണ്: വേട്ടയാടലുകൾക്ക് അവസാനമില്ലെന്നറിയാം, എങ്കിലും പൊരുതാൻ തന്നെയാണ് തീരുമാനം. പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഔദ്യോഗികമായി പരാതി നൽകിയിട്ടുണ്ട്. എൻ്റെ ഓരോ തരിയിലും കത്തിയെരിയുന്ന ഈ വേദനയ്ക്ക് വാക്കുകളില്ല. ആദ്യം മേത്തച്ചിയാക്കി, പിന്നെ ജിഹാദിയാക്കി. മതപരിവർത്തനത്തിൻ്റെ പേരിൽ എന്നെ ഒറ്റപ്പെടുത്തി. ജനപ്രതിനിധി മുതൽ പലരും ഇതിന് കൂട്ടുനിന്നു. പക്ഷേ അതെല്ലാം കഴിഞ്ഞ് ആ ജനപ്രതിനിധിയുടെ മകൻ എനിക്ക് അയച്ച സന്ദേശം മാത്രം: ബാക്കി തളരരുത്. ചാരുകസേരയിൽ ഇരുന്ന് അവർ എൻ്റെ സ്വഭാവഹത്യ നടത്തി. മഹാനടൻ മുതൽ സഹപ്രവർത്തകർ വരെ. അവസാനം എൻ്റെ രണ്ടാനച്ഛൻ്റെ പേരിൽ പോലും എന്നെ തേജാവധം ചെയ്തു. ഇപ്പോൾ സുഹൃത്തുക്കളിലേക്കും ആ ക്രൂരമായ വിരലുകൾ നീളുന്നു. കൂടെ പിറന്ന 4 സഹോദരങ്ങൾ കൂടി എനിക്കുണ്ട് എന്ന ചിന്ത പോലും അവർക്ക് എന്നെ തകർക്കാൻ തടസ്സമായില്ല. ലക്ഷങ്ങൾ ഒഴുക്കി PR ഏജൻസികളെ കൊണ്ട് അവർ എനിക്കെതിരെ ഗൂഢാലോചന മെനയുന്നു. ഇനിയും അവർ ആക്രമിക്കും, ഇനിയും അവർ എന്നെ വേട്ടയാടും, എനിക്കറിയാം. പക്ഷേ എൻ്റെ സംഘടനയിൽ ഞാൻ ചോദിച്ച ഉത്തരമില്ലാത്ത ആ ചോദ്യങ്ങൾ വായുവിൽ അലയുന്നുണ്ട്. അവ എന്നേക്കുമായി മൗനമാക്കപ്പെടില്ല. ജീവൻ തന്നെ അപകടത്തിലാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ പൊരുതാൻ തീരുമാനിച്ചത് എൻ്റെ ഒടുവിലത്തെ ആശ്രയം ഈ രാജ്യത്തിൻ്റെ നിയമം മാത്രമായതുകൊണ്ടാണ്. നീതി പുലരുമെന്ന ഉറച്ച വിശ്വാസത്തോടെ ഈ ക്രൂരതകൾക്കെതിരെ ഞാൻ ഇന്ന് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഔദ്യോഗികമായി പരാതി നൽകിയിട്ടുണ്ട്. സത്യം വെളിച്ചത്ത് വരിക തന്നെ ചെയ്യും. ഈ ഇരുളിലും എന്നെ മുന്നോട്ട് നയിക്കുന്നത് ആ നീതിയിലുള്ള വിശ്വാസം മാത്രമാണ്. സ്നേഹത്തോടെ അൻസിബ ഹസനെതിരെ ഞെട്ടിക്കുന്ന ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുമായിട്ട് ലക്ഷ്മിപ്രിയ ഇപ്പോൾ രംഗത്ത് വന്നേക്കാണ്. ലക്ഷ്മിപ്രിയയുടെ എല്ലാവരും കാത്തിരുന്ന ആ ഒരു ഇൻ്റർവ്യൂ ഇപ്പം പുറത്തു വന്നിരിക്കുകയാണ്. കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാനിവിടെ വെച്ച് തരാം. ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ലക്ഷ്മിപ്രിയ. ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് എടുത്തിട്ട് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇതുകൊണ്ടിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം പ്രായപൂർത്തിയായിട്ടുള്ള ഒരാണിനും പെണ്ണിനും അവർ കാണുന്നതിലോ അവർ മിണ്ടുന്നതിലോ എന്താണ് തെറ്റ്? ഇനി ഇത് ദുരുദ്ദേശത്തോടു കൂടിയാണെന്ന് എന്താണ് തെളിവുകൾ ആദ്യം കാണിച്ചിട്ട് സംസാരിക്കുക, അതാണ് വേണ്ടത്. അപ്പോൾ എന്തായാലും ഇതിനകത്ത് പിന്നെ വേറൊരു വിഷയമുണ്ട്. ഞാൻ ഈ വിഷയം സംസാരിക്കാനുള്ള കാരണം ചില ആളുകൾക്ക് ചിലപ്പം തോന്നാം, ഇത്രയും ചീഞ്ഞളിഞ്ഞ കേസ് എന്തിനാണ് ബ്രോ നിങ്ങളെടുത്ത് സംസാരിക്കുന്നതെന്ന് 1-2 കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു. വേറൊന്നുമല്ല, ഇതിലൊരു രാഷ്ട്രീയമുണ്ട് മക്കളെ, വേറൊന്നുമല്ല. അൻസിബ നല്ല കട്ട കോൺഗ്രസ്സുകാരിയാണ്. ഈ ലക്ഷ്മിപ്രിയ BJP-കാരിയാണ്. BJP-യുടെ NDAക്ക് വേണ്ടി മത്സരിക്കാൻ നിന്നതും അവസാനം വോട്ടർ പട്ടികയിൽ പേരില്ലെന്നൊക്കെ കണ്ട് വീണ്ടും പുറത്താക്കിയതൊക്കെ നമ്മൾ കണ്ടതാണ്. അതുമാത്രമല്ല, ഈ ലക്ഷ്മിപ്രിയയുടെ ഹസ്ബൻഡ് BJP-ക്ക് വേണ്ടിയിട്ട് എന്തോ ലേഖനം മറ്റോ എന്തൊക്കെയോ എഴുതി കൊടുക്കുന്ന ആളാണെന്നൊക്കെ ഇങ്ങനെ ഞാൻ എവിടേക്കോ കണ്ടു. അപ്പോൾ ഇതിനകത്ത് നല്ല പക്കാ രാഷ്ട്രീയമുണ്ട്. അൻസിബയെ BJP-യിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മിപ്രിയ ആവുന്നേയും നോക്കിയിട്ടുണ്ട് സുഹൃത്തുക്കളെ, ആവുന്നേയും നോക്കിയിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണിത്. ലക്ഷ്മിപ്രിയ മാത്രമല്ല, ഇതിനകത്ത് ഒരു വർഗീയതയുണ്ട്. ലക്ഷ്മിപ്രിയ മുസ്ലിമായിരുന്നു. മുസ്ലിമായ ലക്ഷ്മിപ്രിയ ഒരു ഹിന്ദു മതത്തിലോട്ട് പോയതൊക്കെ നമ്മൾ കണ്ടതാണ്. ഹിന്ദുമതത്തിൻ്റെ ഒരു ഇതൊക്കെ ശൈലിയോടുകൂടി ജീവിതം കൊണ്ടുപോകുന്നതും ഇപ്പം മതവും മനുഷ്യരും ഇപ്പം മതമോ രാഷ്ട്രീയമോ എന്തോ ആയിക്കോട്ടെ, മനുഷ്യരെല്ലാം ഒന്ന് തന്നെയാണ്. അതിനകത്ത് ഞാനും അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇവിടെ വർഗീയത വിളമ്പുന്നവരെ നമ്മൾ വെച്ച് പൊറുപ്പിക്കില്ല. അത് ഒരു പ്രസ്ഥാനത്തും നമ്മൾ വെച്ച് പൊറുപ്പിക്കില്ല. ഇവിടെ ഒന്ന് രാഷ്ട്രീയപരമായിട്ട് BJP-യിലേക്ക് ചേർക്കാനുള്ളൊരു പദ്ധതി, 2 ഈ പറഞ്ഞിട്ടുള്ള മുസ്ലിമായ അൻസിബയെ വർഗീയത കൊണ്ട് അൻസിബയെ ഒതുക്കാനെ കൊണ്ടുള്ളൊരു ശ്രമം.
അതൊക്കെയാണ് ഈ ഒരു വിഷയത്തിനകത്ത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം. അപ്പോൾ എന്തായാലും അൻസിബയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം. കാരണം എത്ര ആളുകൾ അൻസിബയെ പിന്തുണയ്ക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ലക്ഷ്മിപ്രിയയെ സപ്പോർട്ട് ചെയ്യാത്ത ആളുകൾ, ലക്ഷ്മിപ്രിയ ഇഷ്ടമല്ലാത്ത ആളുകൾ കൂടി ഒന്ന് ലൈക്ക് അടിക്കണം. അപ്പം അൻസിബയെ ഇഷ്ടമുള്ള ആളുകൾ എത്രയുണ്ടെന്നും അറിയാം, ലക്ഷ്മിപ്രിയയെ ഇഷ്ടമല്ലാത്ത ആളുകൾ എത്ര ഉണ്ടെന്നും അറിയാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യണം. വർഗീയത നമ്മൾ വെച്ച് ഉറപ്പിക്കത്തില്ല. അതിനി ആര് പറഞ്ഞാലും മുസ്ലിങ്ങളായിക്കോട്ടെ, ഹിന്ദുക്കളായിക്കോട്ടെ, ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ, വർഗീയത വിളമ്പിക്കഴിഞ്ഞാൽ പ്രതികരിക്കുക തന്നെ ചെയ്യും ഞാൻ. അതിനകത്ത് യാതൊരു സംശയമില്ല. ഓക്കെ, ലക്ഷ്മിപ്രിയയുടെ ഇൻ്റർവ്യൂ നമുക്ക് കണ്ടുനോക്കാം. ലക്ഷ്മിപ്രിയ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലക്ഷ്മിപ്രിയ വഴി മാറ്റിവിടുന്നൊരു സംഭവമാണ് ഇവിടെ കാണുന്നത്. അൻസിബ വ്യക്തിപരമായിട്ടുള്ള ലൈഫിനകത്ത് അൻസിബ ഒരു പ്രായപൂർത്തിയായിട്ടുള്ളൊരു പെണ്ണാണ്. അപ്പോൾ ആ പെണ്ണ് ഒരു പ്രായപൂർത്തിയായിട്ടുള്ള യുവാവുമായിട്ട് കൂടിക്കാഴ്ച നടത്തി സംസാരിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്ത് ഇതാണ് എവിടേക്കോ ഇവരൊരു കുലസ്ത്രീയും കൂടെ ഓടിക്കളിച്ച് കൊണ്ടുപോകുന്നതാണ് ഞാൻ കാണുന്നത്. എവിടേക്കോ ഇവരിലൊരു കുലസ്ത്രീയുണ്ട്. പിന്നെ ഇതിനകത്ത് ബാറിൽ പോയിട്ട് മദ്യം മേടിച്ച് കൊടുത്തു, ബില്ലടച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. കുലസ്ത്രീ ആയിട്ടുള്ള ലക്ഷ്മിപ്രിയ മദ്യപിക്കുമോ? ബാറിനകത്ത് പോവുമോ? പിന്നെ എന്ത് കുലസ്ത്രീയാണ്? നിങ്ങൾ തന്നെ പറയുന്നുണ്ട് നിങ്ങളൊരു ആണെന്നല്ലേ ബിഗ് ബോസിനകത്തൊക്കെ നമ്മൾ കണ്ടതാണ്, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, എന്തായാലും ആ ഒരു ഞെട്ടിക്കുന്ന ആരോപണം കണ്ടുപോകാം. ഇതിന് പിന്നിൽ യഥാർത്ഥത്തിൽ ഉണ്ടായ വസ്തുത എന്താണ് എന്ന് ഞാൻ ഇതുവരെ ഒരു മനുഷ്യരുടെ അടുത്തും പറഞ്ഞിട്ടില്ല. കീറുമ്പോഴും നിങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. നമ്മളെ ഈ പൊതുജനം എല്ലാം നമ്മളെ വലിച്ചു കീറുമ്പോഴും നമ്മളെ ഇത്രയധികം ആക്രമിക്കുമ്പോഴും ഇതിന് പിന്നിൽ യഥാർത്ഥത്തിൽ ഉണ്ടായ വസ്തുത എന്താണ് എന്ന് ഞാൻ ഇതുവരെ ഒരു മനുഷ്യരുടെ അടുത്തും പറഞ്ഞിട്ടില്ല. ആ കുട്ടി ജയിക്കട്ടെ, ആ കുട്ടി പറയുന്നിടത്തോളം പറയട്ടെ, പോട്ടെ പോട്ടെ പോട്ടെ, എവിടം വരെ പോകുന്നോർത്തിട്ടാണ് ഞാൻ ഇരുന്നത്. സുരേഷ് ഏട്ടൻ ഇത്രയും അറിഞ്ഞിട്ട് ചോദിക്കുമ്പോൾ എനിക്കത് പറയാതിരിക്കാനായിട്ട് പറ്റില്ല. അത്തം മുതലാണ് ശരിക്കും അവിടെ ഷൂട്ട് ഉണ്ടായിരുന്നത്. കിടക്കാച്ചേളിൻ്റെ 10 ദിവസത്തോളം കണ്ടിന്യൂസ് ഷൂട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ്, ഓണമൊക്കെ കഴിഞ്ഞപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് അവിടുന്ന്, അൻസിബയും ഞാനും ഒക്കെ കൂടെ ഒരുമിച്ചാണ് ഇവിടെ വന്നത്. ഞങ്ങൾക്ക് സെപ്റ്റംബർ 12-ാം തീയതി എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, അന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു ഫിലിം ചേംബറിന്റെ ഭക്ഷണം കഴിച്ച ദിവസം ഫിലിം ചേംബറിന്റെ ഒരു ലഞ്ച് ഉണ്ടായിരുന്നു, ഓണം ഫീസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ പങ്കെടുത്തു. അതോ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആയിരുന്നോ എന്ന് എനിക്ക് അല്ല, ഫിലിം ചേംബറിന്റെ ഇതിൽ പങ്കെടുത്തതാണ്. അന്ന് തിരിച്ച് ഞങ്ങൾ പോയി. അന്ന് രാത്രി ഞങ്ങൾക്ക് ഷൂട്ടുണ്ട്, നൈറ്റ് ഷൂട്ട്സ് ആണ് കൂടുതലും. ആ ഷൂട്ട് കഴിഞ്ഞു. 13-ാം തീയതി ഷൂട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ 13-ാം തീയതി ഞങ്ങൾ പുറത്ത് കറങ്ങാനൊക്കെ പോയി. എനിക്ക് നല്ല പനിയുള്ള ദിവസമായിരുന്നു. ഞങ്ങൾ മറ്റേ സിനിമയൊക്കെ പോയിട്ട് കണ്ടു, ലോക സിനിമയൊക്കെ പോയി കണ്ടു. പിന്നെ വേറൊരു സ്ഥലത്തും ഞങ്ങൾ പോയി. അതിൻ്റെ ബില്ലും ഞാൻ തന്നെയാണ് പേ ചെയ്തത്. അൻസിബയുടെ ബില്ല് ഞാൻ തന്നെയാണ് പേ ചെയ്തത്. അങ്ങനെ ഓക്കെ, കണ്ടല്ലോ ലക്ഷ്മിപ്രിയ ഇങ്ങനൊരു വിഷയത്തിലേക്ക് എത്താൻ ഉള്ള കാരണം, അൻസിബയ്ക്ക് ഇവരോടൊക്കെ ദേഷ്യം തോന്നാനുള്ള കാരണം ഈ പറയുന്ന കോമഡി ഉത്സവത്തിൻ്റെ പ്രൊഡ്യൂസറായിട്ടുള്ള മിഥുൻ രാജിനെ റൂമിൽ കണ്ടതിൻ്റെ വൈരാഗ്യത്തിലാണ്, കണ്ടതിൻ്റെ ഇഷ്ടക്കേടിലാണ്, ഇവരറിഞ്ഞ ഇഷ്ടക്കേടിലാണ്. ആ ഒരു ഇഷ്ടക്കേട് വെച്ചിട്ടാണ് അൻസിബ ഇങ്ങനെയൊക്കെ നിന്നെന്നാണ് പറയുന്നത്. ഇതും അൻസിബ ഉന്നയിച്ച വിഷയവും രണ്ടാണ് സഹോദരി. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അൻസിബ എന്താണ് ഉന്നയിച്ചത്, നിങ്ങൾ എന്താണ് ഉന്നയിക്കുന്നത്. അൻസിബയ്ക്ക് ഉണ്ടായ ഒരു ദുരനുഭവമാണ് പറഞ്ഞത്. ഈ ഒരു AMMA എന്നുള്ളൊരു സംഘടനയിൽ നിന്നുണ്ടായിരുന്ന ദുരനുഭവമാണ് അൻസിബ പറഞ്ഞത്. നിങ്ങളെന്താണ് അൻസിബയുടെ വ്യക്തിപരമായിട്ടുള്ള ലൈഫിനകത്ത്, പേഴ്സണൽ ലൈഫിനകത്ത് സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾ കൊണ്ട് സംസാരിക്കും. ഇത് രണ്ടുമായിട്ട് ഒരു ബന്ധമില്ല സഹോദരി. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കുക. പിന്നെ ബാറിൽ പോയി പേ ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട്. അത് ചിലപ്പോൾ അൻസിബ ചിലപ്പം കുടിക്കുമായിരിക്കാം, ചിലപ്പോൾ വലിക്കുമായിരിക്കാം. അതും ആ കുട്ടിയുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ എന്തൊക്കെ കാണിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇനി പിന്നെ അടുത്തയും കൂടെ ഒന്ന് കണ്ടുനോക്കാം, അതിനുശേഷം നമുക്ക് പറയാം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസത്തെ നൈറ്റ് ഷൂട്ടിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടുന്ന് റിസ്ക് എടുത്ത് വീണ്ടും തിരിച്ച് ചിറയൻകീഴ് വരെ പോയിരുന്നത്. അപ്പോൾ ആ ഷൂട്ട് നടന്നു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, എന്നാൽ പിന്നെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. ഞാൻ ഈ മോളെ നിർബന്ധിച്ച് പറഞ്ഞു നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടി പറഞ്ഞു, ഷൂട്ടില്ലല്ലോ, അനിശ്ചിതമായിട്ട് ഷൂട്ടില്ല, എപ്പോഴാണ് ഇനി തുടങ്ങുന്നതെന്ന് അറിയില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞാൽ ഈ കുട്ടിയെ വിളിക്കുമ്പം ഈ കുട്ടി വരാൻ തയ്യാറാവുന്നില്ല. ഈ കുട്ടി പറഞ്ഞു,
3 ദിവസം കൂടി ഈ കുട്ടിക്ക് അവിടെ നിന്നേ പറ്റുള്ളൂ, നിന്ന് എങ്ങനെയെങ്കിലും പേയ്മെന്റ് വാങ്ങിച്ചിട്ട് പോകണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോളെ കാശിന് അത്യാവശ്യത്തിന് വല്ലതും ആണെങ്കിൽ വീട്ടിൽ നിന്ന് ഞാൻ കാശ് തരാം, വീട്ടിൽ വരൂ, നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാശ് തരാം, അപ്പം മോള് ഒറ്റയ്ക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കണ്ട, നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറഞ്ഞു. ഇല്ല ചേച്ചി, എനിക്ക് 3 ദിവസം നിന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ശരി, അങ്ങനെ അവൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നിൽക്കട്ടെ, നമുക്ക് നിർബന്ധിച്ച് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അങ്ങനെ പിറ്റേ ദിവസം വെളുപ്പിനത്തെ വന്ദേ ഭാരതിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യും. രാത്രി 2 മണി വരെ ഞങ്ങൾ വർത്താനം പറഞ്ഞ് അവിടെ ഇരിക്കുകയും ചെയ്തു. ഞാനും അൻസിബയും കൂടെ വർത്താനം പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് 3 മണിയായപ്പോൾ ഞാൻ എൻ്റെ റൂമിൽ പോയി കുളിച്ച് ഫ്രഷായി എൻ്റെ പെട്ടിയൊക്കെ എടുത്ത് പോകുമ്പോൾ താഴെ ഞാൻ വണ്ടി കയറാൻ നേരത്ത് ഒരാളിനെ ഞാൻ കണ്ടു. ആൾ മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ആളുടെ കണ്ണിൻ്റെ ഒക്കെ ഭാഗങ്ങൾ അപ്പം നമുക്കൊരു പരിചയമുള്ള ഒരാളായിട്ട് നമുക്ക് തോന്നി. പക്ഷെ ആളെനിക്ക് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തൊന്നുമില്ല. പിന്നെ എനിക്ക് പറഞ്ഞപ്പോഴാണ് ഓ ഈ ആളാണല്ലോ ആ ആളെന്ന് മനസ്സിലായത്. ഈ ആളെ ഞാൻ ജസ്റ്റ് കണ്ടതേ ഉള്ളൂ, കാരണം രാത്രിയല്ലേ, ആ സമയമല്ലേ, ജസ്റ്റ് ഈ നമ്മുടെ വണ്ടി ഓണായ ഇതിലാണ് കാണുന്നത്. അങ്ങനെ തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോന്നു, വന്ദേ ഭാരത് ട്രെയിനിൽ കയറി ഞാൻ ഇവിടെ എത്തുന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് വീട്ടിലെത്തിക്കഴിഞ്ഞ് പിന്നെ ഏട്ടൻ എന്തോ വിളിക്കാൻ വന്നിട്ട് ഞങ്ങൾ ഒരുമിങ്ങ് പോന്നു. പിന്നെ ഞാൻ നോക്കുമ്പോൾ 100 കണക്കിന് മിസ്ഡ് കോൾസ് എൻ്റെ ഫോണിൽ കിടക്കുകയാണ്. എനിക്ക് ഭയങ്കര വെപ്രാളായിപ്പോൾ. ഒന്ന് ഞങ്ങളുടെ ഈ പ്രൊഡ്യൂസർ രതീഷ് സണ്ണി എന്ന് പറഞ്ഞ കോ പ്രൊഡ്യൂസർ, അതുകൂടാതെ ആ സെറ്റിലുള്ള പ്രൊഡക്ഷൻ കൺട്രോളർ രാജേഷ് നെയ്യാറ്റിങ്കര, സജിത്ത് പ്രൊഡക്ഷൻ മാനേജർ സജിത്ത്, അങ്ങനെ ഒരുപാട് പേര്. പിന്നെ ഞങ്ങളുടെ ഹോട്ടലിൻ്റെ ഓണർ സജീർ എന്ന് പറഞ്ഞ സാറ്, പിന്നെ ഹോട്ടലിൻ്റെ മാനേജർ ഒരു പയ്യൻ, അതുപോലെ ഷീബ എന്ന് പറഞ്ഞ കെയർ ടേക്കർ, ഇങ്ങനെ കോൾ ലിസ്റ്റ് കിടക്കുക. അക്ഷരാർത്ഥത്തിൽ ഞാൻ പേടിച്ചു പോയി കേട്ടോ. അപ്പം ഞാൻ ജയിച്ചേട്ടൻ വന്ന് വണ്ടി കയറി ഇരുന്നിട്ടാണ് ഞാൻ തിരിച്ച് വിളിക്കുന്നത്. അപ്പം ആദ്യത്തെ കോൾ ഷീബ എന്ന് പറഞ്ഞ ചേച്ചിയുടെ കോൾ ലിസ്റ്റാണ്. അതിലേക്ക് ഞാൻ വിളിക്കുന്നു. വിളിച്ചപ്പം എൻ്റെ അടുത്ത് പറയുന്നത്, ലക്ഷ്മി മാഡം റൂം, ഞങ്ങൾക്ക് അവിടെ അപ്പാർട്ട്മെൻറ്റ് ഹോട്ടലാണ്, 2 റൂമും ഹാളും കിച്ചനുമായിട്ട് അപ്പാർട്ട്മെന്റ് ഹോട്ടലാണ്. അപ്പം അതിൽ ഒരു റൂമിൽ ഞാൻ, ഒരു റൂമിൽ അൻസിബ, ഇങ്ങനെയാണ് താമസിക്കുന്നത്. അപ്പം ലക്ഷ്മി മാഡം ഇറങ്ങിയ ഉടനെ 4 മണിക്ക് ഷാർപ്പ് ലക്ഷ്മി മാഡം ഇറങ്ങിയ ഉടനെ ഒരാള്, മാസ്ക് ഇട്ട ഒരാള് ഈ റൂമിലേക്ക് കയറി. അൻസിബ മാഡം വന്ന് ഡോറ് തുറന്നു കൊടുത്തു, അകത്തേക്ക് കയറി. ഇത് CCTV കണ്ടു എന്ന് പറഞ്ഞു. സാറ് കണ്ടു എന്ന്. അതായത് നൈറ്റില് വോയിസ് കമാൻഡിങ് അവിടെ, നൈറ്റിൽ ഇത് മോണിറ്റർ ചെയ്യുന്നത്. ഇതിനകത്ത് ഒന്നാമത്തെ കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഇതിലെന്താണ് തെറ്റ്? ഒരു പെൺ സുഹൃത്തിനെ ഒരു ആൺ സുഹൃത്ത് ഒരു ഫ്ലാറ്റിൽ അല്ലെങ്കിൽ ഒരു റൂമിൽ കാണാൻ വരുന്നതിൽ എന്താണ് തെറ്റ്? അതിനകത്ത് എന്താണ് തെറ്റ് കാണുന്നത്? നിങ്ങളൊന്നും പറ. എന്ത് തെറ്റാണ്? വേണ്ടാത്ത രീതിയിൽ ഇവർ കണ്ടെങ്കിൽ ഓക്കെ, ഇവർക്കത് പറയും, വേണ്ടാത്ത രീതിയിലാണ് കണ്ടത്. പക്ഷേ ഇതിനകത്ത് ഒന്നും, ഇവർ പറയുന്നതിനകത്തൊന്നും വേണ്ടാത്ത രീതിയിലായിട്ടുള്ളൊരു ഇത് ഇവർ പറയുന്നില്ല. അവിടെ ഈ കോമഡി ഉത്സവത്തിൻ്റെ പ്രൊഡ്യൂസർ അവിടെ ഇരിക്കുന്നത്, ബെഡിനകത്ത് ഇരിക്കുന്നതായിട്ടാണ് ഇവർ കണ്ടതെന്ന് പറഞ്ഞാൽ, ചിലപ്പം അവിടെ ഇരുന്ന് ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമായിരിക്കാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും സംസാരിക്കുമായിരിക്കാം. അങ്ങനെ ഒരാളുടെ പേഴ്സണൽ ലൈഫിനകത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ കാണും, എന്തൊക്കെ ആളുകളുമായിട്ടുള്ള പല പല തരത്തിലുള്ള ചിലപ്പം പൈസ ഇടപാട് കാണും, അങ്ങനെ ഒരുപാട് കാണും. അതൊക്കെ നിങ്ങളടുത്ത് പറയേണ്ട കാര്യം എന്താണ്? നിങ്ങൾ ഈ വിഷയം കൊണ്ടിട്ടിട്ട് ഈ വർഗീയത മായ്ച്ചു കളയാനുള്ള പരിപാടിയാണ് നോക്കുന്നത്. വിഷയം വഴിതിരിച്ച് വിടാനുള്ള പരിപാടിയായിട്ടാണ് ഇതെനിക്ക് തോന്നുന്നത്. പിന്നെ അൻസിബ, ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ അൻസിബ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അൻസിബയല്ലേ പേടിക്കേണ്ടത്? അൻസിബ ഇതിന് എതിരെ രംഗത്ത് വന്നിട്ടുണ്ട്, അൻസിബ പരാതിയും കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞത് ലക്ഷ്മിപ്രിയ പറയുന്നത് കള്ളത്തരമാണെന്നും ലക്ഷ്മിപ്രിയയ്ക്കും ശ്വേതാ മേനോനെതിരെയും അൻസിബ പരാതി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഇൻ്റർവ്യൂ, ഈ ഒരു വീഡിയോ ക്ലിപ്പ് വന്നതിന് ശേഷം പരാതി കൊടുത്തിട്ടുണ്ട്. അത് തികച്ചും വ്യാജമായിട്ടുള്ള പരാതിയാണ് എന്ന് പറഞ്ഞിട്ടാണ് പരാതി കൊടുത്തിട്ട്. അപ്പോൾ അൻസിബ ഇങ്ങനെ നിങ്ങൾ പറയുന്നുണ്ട് തെളിവുണ്ടെന്ന്. അങ്ങനെ തെളിവ് കാണിക്ക്, CCTV ഒക്കെ കാണുമല്ലോ, കാണിക്ക്, തെളിവോടുകൂടി വന്നിരുന്ന് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കണം. അതാണ് വേണ്ടുന്നത്. ഒരാൾക്കെതിരെ ഒരു കാര്യം സംസാരിക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം മറ്റേ റിനിയുടെ പരിപാടി ആയിപ്പോയി. രാഹുലിനെതിരെ വന്നിരുന്ന് സംസാരിച്ച ഓർമ്മയുണ്ടല്ലോ, തെളിവ് സഹിതം കാണിക്കണം, അതാണ് വേണ്ടുന്നത്. അല്ലെങ്കിൽ സംസാരിക്കാൻ പോവല്ലേ. ഓക്കെ, ഇനി ബാക്കിയും കൂടെ ആദ്യം പറഞ്ഞല്ലോ ലക്ഷ്മി, ഇവിടെ അൻസിബയാണ് പേടിക്കേണ്ടത്. അൻസിബ അല്ലേ പേടിച്ച് മിണ്ടാതിരിക്കേണ്ടത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ബാക്കിയും കൂടെ ഒന്ന് കേട്ടു നോക്കേ. പിന്നെ ഹോട്ടൽ മാനേജർ അറിയാണ്ട് സിനിമയുടെ പ്രൊഡക്ഷനിലുള്ള ആരോ ഇവിടെ ഈ റൂമിലേക്ക്, ഞാൻ വെക്കേറ്റ് ആയ റൂമിലേക്ക് ആരെയോ അക്കോമഡേറ്റ് ചെയ്തു എന്നാണ് ഇദ്ദേഹം വിചാരിക്കുന്നത്.
അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു, ഈ വെളുപ്പിനെ തന്നെ ഈ മാനേജേഴ്സിനെ വിളിക്കുന്നു. മാനേജേഴ്സ് അറിയുന്നു ഞങ്ങൾക്കറിയില്ല, ഇങ്ങനെ ഒരാൾ വന്നിട്ട് ഞങ്ങൾക്കറിയില്ല. ഉടനെ പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസറെ വിളിക്കുന്നു, കോ പ്രൊഡ്യൂസേഴ്സിനെ വിളിക്കുന്നു. അങ്ങോട്ട് ആകെ മൊത്തം ഒരു ബഹളമായി. ഇവരാരും അറിയാതെയാണ് ഇങ്ങനെ ഒരാൾ വന്നിരിക്കുന്നത് എന്ന് പറയുന്നു. ഞാനില്ലല്ലോ, ഞാൻ ചിത്രത്തിലില്ലാത്ത ആളാണ്. അങ്ങനെ ഇവർ അന്വേഷിച്ച് പിടിച്ച് ഇവരിവിടെ എത്തുമ്പോഴത്തേനും ബെല്ലടിക്കുന്നു, അൻസിബയെ വിളിക്കുന്നു. അൻസിബ ഫോൺ എടുക്കുന്നില്ല, ബെല്ലടിച്ചിട്ടൊന്നും തുറക്കുന്നില്ല. 4 മണിക്ക് റൂമിൽ ആൾ വന്നിരിക്കുന്നതാണ്, തുറന്നിട്ടില്ല. തുറക്കാതെ വന്നപ്പോഴത്തേനും 6:30 മണി വരെ അവിടെ വെയിറ്റ് ചെയ്തിട്ട് 6:30യോട് കൂടിയിട്ട് ഷീബ എന്ന് പറയുന്ന ലേഡി ഡ്യൂപ്ലിക്കേറ്റ് കീ ഉപയോഗിച്ച് മെയിൻ എൻട്രൻസ് തുറക്കുന്നു. നേരെ എൻ്റെ റൂമിലേക്ക് നോക്കുന്നു, അവിടെ ആരെയും കാണാനില്ല. അപ്പം അൻസിബയുടെ റൂമിൽ തട്ടി അൻസിബയെ വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞ വാക്കാണ്, അപ്പോൾ ജനിച്ചു വന്ന കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ അൻസിബ മാഡം വന്നിട്ട് വാതിൽ തുറന്നു എന്ന്. മനസ്സിലായോ? അപ്പം ചോദിച്ചു ആരെങ്കിലും അകത്തുണ്ടോ എന്ന് ചോദിച്ചപ്പോഴും അയ്യോ ഇല്ല, ആരും ഇല്ല, ആരും വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞെന്ന്. അപ്പൊ ഇവര് ഡോർ ഇച്ചിരി ഒന്ന് തള്ളി തുറന്നിട്ട് ചോദിച്ചു. അപ്പൊ അവര് തന്നെ അന്തം വിടും, ആരാ ഇവിടെ കയറിയെന്ന് നമുക്ക് അറിയില്ല, മുഖംമൂടിയും വെച്ചിട്ടുണ്ട്, മുഖംമൂടിയല്ല മാസ്കും വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ മാസ്ക് വയ്ക്കുന്ന കാര്യം പറഞ്ഞു, എത്രയോ ആളുകൾ പബ്ലിക്കിൽ മാസ്ക് വെച്ച് നടക്കുന്നുണ്ട്. നമ്മൾ പല ഷോപ്പുകളിൽ പോകുമ്പോൾ മാസ്ക് വെച്ച്, ഇപ്പോഴും മാസ്ക് വെച്ച് പല ആളുകൾ, ചിലപ്പം അവർക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ്റെ ഇത് കാണും, ചിലപ്പം പനിയായിരിക്കും, ചിലപ്പോൾ ജലദോഷമായിരിക്കും, ചിലപ്പോൾ മറ്റുള്ളവർ ചെയ്യുന്നത് പടരാതിരിക്കാനായിരിക്കും അത് വെച്ചേക്കുന്നത്. അതൊക്കെ ഒരു കാരണമാണോ സഹോദരി? എന്തായാലും ഇതിനൊക്കെതിരെ അൻസിബ തൻ്റെ ഇടത്തോടു കൂടി നല്ല കട്ടയ്ക്ക് പൊരുതണമെങ്കിൽ പുള്ളിക്കാരിയുടെ കയ്യിൽ ഒരു തെറ്റും ഇല്ല എന്നുള്ളതുകൊണ്ടല്ലേ ഈ ഒരു ഇൻ്റർവ്യൂ വന്നതിൻ്റെ, ഈ ഒരു ക്ലിപ്പ് വന്നതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ അൻസിബ പരാതി കൊടുത്തിട്ടുണ്ട്. ലക്ഷ്മിപ്രിയയ്ക്കുമെതിരെയും അതുപോലെ ഈ ശ്വേതാമേനെതിരെയും പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പം അൻസിബയ്ക്ക് പേടിയുണ്ടെങ്കിൽ ഇവരെ കയ്യിൽ വീഡിയോയും തെളിവും കാര്യങ്ങളെല്ലാം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ എന്താ പുറത്ത് വിടണം, തെളിവോടുകൂടി വന്നിരുന്ന് സംസാരിക്കണം. അല്ലാതെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞ് ഇതിന് സത്യമെന്ന് പറയത്തില്ല. ലക്ഷ്മിപ്രിയ പറഞ്ഞല്ലോ ഇത് സത്യമാണെന്ന്. ഇത് ഇൻ്റർവ്യൂ എടുക്കുന്ന ആൾ ചോദിച്ചപ്പോൾ ഇതൊരു ആരോപണമാണെന്ന് വെച്ചാൽ ആരോപണമല്ല, സത്യമെന്ന്. തെളിവില്ലാതെ വന്നിരുന്ന് സംസാരിക്കുന്നതിനാണ് ആരോപണം എന്ന് പറയുന്നത്. അത് തെളിവോടുകൂടി കൊണ്ട് കാണിക്കുമ്പോഴാണ് അത് സത്യമാവുന്നത്. അതാദ്യം മനസ്സിലാക്കുക.